കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾ സ്നാപക യോഹന്നാനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ. ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു. അവരും അവനോട് ചോദിച്ചു, ഗുരോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ളതിൽ കൂടുതൽ ഈടാക്കരുത്. പടയാളികളും അവനോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, വ്യാജമായ കുറ്റാരോപണവും അരുത്, വേതനം കൊണ്ട് തൃപ്തിപ്പെടണം. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കുകയും പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കുകയും ചെയ്യും. ഇതുപോലെ മറ്റു പല ഉദ്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ആഗമനകാലത്തിൻ്റെ 3-ാം വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. 3-ാമത്തെ തെരിയുന്ന ഇന്ന് നമ്മൾ തെളിയിച്ചു. നമുക്ക് കാണാൻ സാധിക്കും, ഈ തെരി തെളിച്ചത് അതിന് ഒരർത്ഥമുണ്ട്. ആദ്യത്തെ ആഴ്ച നമ്മൾ ധ്യാനിക്കുകയുണ്ടായി പ്രത്യാശയെക്കുറിച്ച്. 2-ാമത്തെ ആഴ്ച നമ്മൾ ധ്യാനിക്കുകയുണ്ടായി സമാധാനത്തെക്കുറിച്ച്. ഇന്ന് തിരി തെളിച്ച് നമ്മളിന്ന് ധ്യാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ആനന്ദം. ഈ വാരം ആനന്ദവാരമായിട്ട് നമ്മൾ ആഘോഷിക്കണം. എന്തിലാണ് നമ്മൾ സന്തോഷിക്കേണ്ടത്? എന്തായിരിക്കണം നമ്മുടെ ആനന്ദ കാരണം? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വചനഭാഗങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ക്രിസ്ത്യാനിയാണെന്ന് തെളിയിക്കേണ്ടത് കഴുത്തെ കൊന്തയിടുന്നതിലൂടെയോ ബന്ധിങ്ങ ഇടുന്നതിലൂടെയോ മാത്രമല്ല. അതിൻ്റേതായിട്ടുള്ള സംരക്ഷണവും അതിൻ്റേതായിട്ടുള്ള അർത്ഥവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനാദി മുതലുള്ള ദൈവത്തിൻ്റെ വചനം, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ ക്രിസ്ത്യാനിയാകുന്നത് ആനന്ദിക്കാൻ പഠിക്കുമ്പോഴാണ്, ആനന്ദമുള്ള വ്യക്തിയായി മാറുമ്പോഴാണ്. അപ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ദൈവം നിന്നെ കാണുക. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ വായിച്ചു കേട്ടു 2-ാം വായനയിൽ. നിങ്ങൾ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടാതെ സന്തോഷിക്കുവിൻ. നമ്മുടെയൊക്കെ സന്തോഷം ശരിക്കുള്ള സന്തോഷമാണോ, അതോ ഫോൾസ് ഫ്രൂട്ട് അതാണോ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എപ്പോഴും സന്തോഷിക്കണം. നമുക്കെല്ലാവർക്കും ഉണ്ട് വല്ലപ്പോഴും സന്തോഷം, വല്ലപ്പോഴും ഒക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യം നടക്കുമ്പോൾ അതൊന്നും ശരിക്കും വചന വെളിച്ചത്തിലുള്ള സന്തോഷമല്ല, ആനന്ദമല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിന് എടുക്കാൻ പറ്റാത്ത ഒരാനന്ദമുണ്ട്. ദൈവം മാത്രം നമുക്ക് നൽകുന്ന, ദൈവത്തിന് മാത്രം നൽകാൻ പറ്റുന്ന ഒരാനന്ദമുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ലോകത്തിന് ഈ ആനന്ദം എടുത്തു കളയാൻ പറ്റില്ല. ഇതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. ഹബക്കുക്ക് പ്രവാചകൻ 3-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതാണ്. അതിൻ്റെ വെളിച്ചത്തിലുള്ള പാട്ടുമൊക്കെ നമ്മൾ പാടുന്ന, അത്തിവൃക്ഷം പൂത്താലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും.
മുന്തിരിച്ചെടിയിൽ ഫലമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കന്നുകാലിത്തൊഴുത്തിൽ കന്നുകാലികൾ ഉണ്ടെങ്കിലും അറ്റുപോയാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. ഇത് നമ്മളിൽ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? അല്ല, നമ്മുടെ ആ ആനന്ദത്തിൻ്റെ ലെവല് മാറാതെ ഇതുപോലത്തെ സാഹചര്യം, ലോട്ടറി അടിച്ചാൽ നമ്മൾ ആനന്ദിക്കും. അടിച്ചു കിട്ടിയ പണം കള്ളം മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സകല സന്തോഷം അവിടെ തീരും. അപ്പം അതേ നമ്മുടെ ആനന്ദം ആയിരിക്കേണ്ടിടത്തല്ല എന്നുള്ളതാണ് അതിൻ്റെ സൂചന. ജോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം 25 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോബ് പറയാണ്, സർവശക്തനായ ദൈവമാണ് എൻ്റെ വിലപ്പെട്ട സ്വർണവും വെള്ളിയും, അവനിൽ ഞാൻ ആനന്ദിക്കും. ഈ മനുഷ്യന് സകലതും നഷ്ടപ്പെട്ടിട്ട് ദൈവം നഷ്ടപ്പെട്ടോ? ഇല്ല. ആനന്ദം നഷ്ടപ്പെട്ടോ? ഇല്ല. കാരണം അവൻ ആനന്ദിച്ചത് ദൈവത്തിലാണ്, മാറ്റമില്ലാത്ത ദൈവത്തിൽ. നമ്മൾ കാണുന്നുണ്ട് 1 തീമോത്തി 6-ാം അധ്യായം 17-ാമത്തെ വചനം. നിങ്ങൾ ഈ നിർദ്ദേശം ധനവാന്മാർക്ക് കൊടുക്കാനാണ് അവിടെ പറഞ്ഞത്. നശ്വരമായ സമ്പത്തിൽ ആശ്രയിക്കാതെ അനശ്വരനായ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കുക. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ആനന്ദം പോകത്തില്ല. പണം കൈവിട്ട് പോയേക്കാം, ആരോഗ്യം കൈവിട്ട് പോയേക്കാം, പക്ഷേ ആനന്ദം പോകത്തില്ല. അതുകൊണ്ട് ഈ ആനന്ദത്തിൻ്റെ ഉടമയായിട്ട് ദൈവമക്കൾ മാറണം. ഇതായിരിക്കണം ക്രിസ്ത്യാനികൾക്ക് മുഖമുദ്ര എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കിനി ഈ സന്തോഷം, ആനന്ദം ഇതൊക്കെ ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ടാകാം. ചിലതൊക്കെ ശരിയായ കാരണം, ചിലതൊക്കെ തെറ്റായ കാരണം. തെറ്റായ കാരണത്തിലാണ് ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നത് എങ്കിൽ ജീവിതത്തിൽ മാറ്റം വരുത്തണം. അതാണ് ദൈവവചനം നമ്മെ വിളിക്കുക. അതാണ് ഈ ആഗമനകാലത്ത് സംഭവിക്കേണ്ടത്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളുണ്ട്. തെറ്റായ കാര്യങ്ങളിൽ ആനന്ദിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് ദൈവഭയമില്ലാത്ത മക്കളിൽ ആനന്ദിക്കരുത്. നമ്മുടെയൊക്കെ അഭിമാനം പിള്ളേർ നല്ല പ്രാർത്ഥനയും ദൈവവിചാരമായിട്ട് ജീവിക്കുന്നു എന്നതിലാണോ, അതോ എൻ്റെ മക്കൾ ഡോക്ടറായി, എൻജിനീയറായി, നല്ല ജോലിയുണ്ട്, വിദേശത്ത് പോകാൻ പറ്റി, ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ട്, സുഖജീവിതം നയിക്കുന്നു, വലിയ ബംഗ്ലാവ് വെക്കാൻ പറ്റി, പക്ഷെ ഒരു പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥനയില്ലല്ലോ, എന്നാ ബംഗ്ലാവില്ലേ? ഇതാണോ നമ്മുടെ മനോഭാവം? ഈ കാര്യത്തിലാണോ നമ്മൾ ആനന്ദിക്കുന്നത്? ദൈവവചനം പറയാണ്, നീ ആനന്ദിക്കേണ്ടത് ദൈവഭയമില്ലാത്ത മക്കളിലല്ല, അവരുടെ നേട്ടങ്ങളിലല്ല, ദൈവഭയമുള്ള മക്കളിൽ. അവർ ദൈവവിചാരത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആനന്ദിക്കാൻ മാതാപിതാക്കൾക്ക് വകയുണ്ടെന്ന്. അതിന് ദാവീദ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ ഒന്നും ഒരു കാലത്തും അങ്ങിൽ നിന്ന് അകന്നു പോകരുത്. അവർക്ക് പണമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആരോഗ്യമുണ്ടോ രോഗിയാണോ എന്നുള്ളതല്ല, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെ കർത്താവെ, അങ്ങേ ഉപേക്ഷിച്ച് പോകുന്ന ദൈവനിഷേധികളായിട്ടുള്ള മക്കളെ തരരുതേ എന്ന് പ്രാർത്ഥിക്കണം. അതിനാദ്യം നമ്മൾ ദൈവവിചാരമുള്ളവരായിട്ട് മാറണം. അങ്ങനെ പ്രാർത്ഥനയും ദൈവവിചാരത്തോടുകൂടി നമ്മൾ പോകുമ്പോഴാണ് അതനുസരിച്ചുള്ള മക്കളെ നമുക്ക് ലഭിക്കുന്നത് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടതയിൽ ഒരിക്കലും നമ്മൾ സന്തോഷിക്കരുത്, ആനന്ദിക്കരുത്. അത് നമ്മളാണേലും നമ്മുടെ കൂടെയുള്ളവരാണേലും ദുഷ്ടത ചെയ്യുമ്പോൾ ഇയാളുടെ കാണാൻ സാധിക്കും, ഞാൻ അവനോട്ടൊരു പണി കൊടുത്തിട്ടുണ്ട്, ഇനി അവൻ്റെ കാര്യം ഓക്കെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് നെഞ്ചു വിരിച്ച് നടക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റും. കാണിച്ചത് എന്നതാ ദുഷ്ടത. എന്നിട്ട് അതിൽ അഭിമാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. വചനം പറയുകയാണ്, ഒരിക്കലും നീ ദുഷ്ടതയിൽ സന്തോഷിക്കരുത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ അധമ വികാരങ്ങളിൽ സന്തോഷിക്കരുത്. അധമ വികാരങ്ങൾ, അത് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, ബേസ് ഡിസയേഴ്സ്. നമുക്ക് ഈ ഉന്നതമായ ലക്ഷ്യങ്ങളും ചില ലൈഫ് സ്റ്റൈലൊക്കെ നമുക്കുണ്ടാകാം.
വേണമെങ്കിൽ വളരെ ലോ ലെവലിൽ തറ ചിന്താഗതി, ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പോകാം. ഇനി അങ്ങനെയുള്ള കാര്യത്തിൽ സന്തോഷിക്കരുത് എന്നാണ് ദൈവവചനം പറയുക. ഞാനങ്ങനെ എൻ്റെ സ്റ്റാൻഡേർഡ് വിട്ട് ജീവിച്ചിട്ട് അതിനകത്ത് ഏതാണ്ട് നേട്ടമുണ്ടായി, അതിനകത്ത് എനിക്കൊരു സുഖമുണ്ടായി, സന്തോഷമുണ്ടായി, അതിലല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതാനുഭവമാണ് പണ്ടെങ്ങാണ്ട് ദൈവം അനുവദിക്കാത്ത ചില പാപസുഖം. അതാണ്ട് ഇപ്പോഴും അത് അയവിറച്ച് അതിനകത്ത് അയവിറക്കി അതിനകത്ത് സന്തോഷം കണ്ടെത്തുകയാണ്. അരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ജോബ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാശ് വാരിക്കൂട്ടി അതിൽ ആനന്ദിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറരുത്. അങ്ങനെയുള്ളവർക്ക് ദൈവം സമ്പത്തായി മാറിയെന്ന് വരില്ല. അതുകൊണ്ട് ദൈവത്തെ സമ്പത്തായിട്ട് കാണണം. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും ധനികരെന്ന് പറയാവുന്ന 8 ആളുകൾ അമേരിക്കയിൽ അവർ ഒരു മീറ്റിംഗ് കൂടി. അമേരിക്കൻ ട്രഷറിയുടെ സമ്പത്തിനേക്കാൾ കൂടുതലായിരുന്നു ഇവരുടെ സമ്പത്ത്. പക്ഷേ 25 വർഷം എടുത്തുള്ളൂ, 25 years. ഈ 25 വർഷത്തിനകം 8 പേരും പാപ്പരെ, 8 പേരും അവരുടെ സമ്പത്ത് അവരെ കൈവിട്ടു പോയി. അതിൻ്റെ നിരാശയിൽ 3 പേര് ആത്മഹത്യ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ ഏതാണ്ട് ഭ്രാന്ത് പിടിച്ചതുപോലെയും അങ്ങനെയെല്ലാം ജയിലിൽ കടന്നു ഒക്കെ മരിക്കേണ്ടി വന്നവരാണ്. പറയുന്നുണ്ട്, നശ്വരമായ സമ്പത്തല്ല, അനശ്വരനായ ദൈവമാണ് നമുക്ക് വേണ്ടത്. നാം സന്തോഷിക്കേണ്ടത്, നാം ആശ്രയിക്കേണ്ടത് ആ ദൈവത്തിലാണ് എന്നുള്ള ആ ഒരു കാര്യമാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. ശരിയായ സന്തോഷം എവിടെ കണ്ടെത്തണം എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായന ഒന്ന് ധ്യാനിച്ചാൽ പിടികിട്ടും. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സെഫാനിയ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വചനം, നിൻ്റെ ദൈവം ഒരു വീരയോദ്ധാവ് നിൻ്റെ ജീവിതത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്, നിങ്ങളുടെ മധ്യത്തിലുണ്ട്. അവനിൽ ആനന്ദം കൊള്ളുക. ജെറമിയായുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ജെറമിയായുടെ 20-ാം അധ്യായം വായിക്കുമ്പോൾ അതിൽ 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, വീരയോദ്ധാവിനെ പോലെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പക്ഷേ ഇതിന് ആവശ്യമായൊരു കാര്യം പ്രഭാഷകൻ 4:28 വായിച്ചാൽ കാണാൻ പറ്റും. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം കൈവിടരുത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. വീരയോദ്ധാവിനെ പോലെ ദൈവം യുദ്ധം ചെയ്യും. വാ തുറക്കുമ്പോഴൊക്കെ നുണ പറയുകയും കാണിക്കാവുന്ന ഉടായ്പെല്ലാം കാണിച്ച് ജീവിതത്തിൽ മുന്നേറുകയും ചെയ്യുന്നവർക്ക് വേണ്ടി വീരയോദ്ധാവിനെ പോലെ പോയിട്ട് ദൈവം അവരുടെ അടുത്ത് പോലും ഉണ്ടാകില്ല. നീ മരിക്കേണ്ടി വന്നാലും സത്യം വെടിയരുത്, സത്യസന്ധമായിട്ട് നീ ജീവിക്കുക. അപ്പോൾ നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും എന്നുള്ളതാണ് നാം വായിച്ചു കേട്ടൊരു കാര്യം. ശരിയായ കാരണം, സന്തോഷത്തിനും ആനന്ദത്തിനുമുള്ള കാരണം ദൈവം തന്നെയാണ്. നെഹെമിയയുടെ പുസ്തകം വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, ദൈവമാണ്, ഗോഡ് ഹിംസെൽഫ് ഈസ് ദ റീസൺ ഫോർ യുവർ ജോയ്. ആനന്ദ കാരണം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ഈ ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടോ, ഈ ദൈവം നമ്മുടെ കുടുംബത്തിലുണ്ടോ, ഈ ദൈവം നമ്മുടെ സമൂഹത്തിലുണ്ടോ, അവിടെ ആനന്ദം അത് ഉണ്ടായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. വചനം നമ്മെ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നമുക്ക് ആനന്ദം പകരുന്ന കാര്യങ്ങൾ. സങ്കീർത്തനം 16:1 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണത. അങ്ങോട്ട് ചെല്ലാതെ എങ്ങനെ നമ്മൾ ആനന്ദം കണ്ടെത്തും? നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, വേണമെങ്കിൽ മദ്യം കഴിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം തോന്നാം. അതല്ലിത്. ആനന്ദത്തിൻ്റെ പൂർണ്ണത അത് ദൈവത്തിൻ്റെ സന്നിധിയിലേ ഉള്ളൂ. അത് പ്രാർത്ഥിക്കുന്നവർക്കേ കിട്ടത്തുള്ളൂ. അത് ദൈവത്തെ മാനിക്കുന്നവരെ അനുസരിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അനുതാപത്തിൽ ഒരാനന്ദമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 15:7, 99 നീതിമാന്മാരുടെ മേലുള്ള സന്തോഷത്തേക്കാൾ വലിയ സന്തോഷം സ്വർഗത്തിനുണ്ടാകും ഒരു പാപി അനുദപിക്കുമ്പോൾ. അതിനുള്ള കാലയളവാണ് ഈ ആഗമനകാലം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം.
അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് പാപം മൂലം നഷ്ടപ്പെട്ട ആനന്ദം അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നമുക്കാണെങ്കിൽ സാധിക്കും, ശുശ്രൂഷ കർത്താവിൻ്റെ നാമത്തിൽ നല്ല ശുശ്രൂഷ ചെയ്താൽ ആനന്ദം ഉണ്ടാവും. നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒരു 72 പേര് കർത്താവിൻ്റെ നാമത്തിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ട് തിരിച്ചു വന്നപ്പോൾ ആനന്ദത്തോടെ അവർ സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് ഈ ആനന്ദം നമുക്ക് കൈമുതലാകുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ജെറമിയ 31 ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വീണ്ടെടുപ്പിൽ ഒരാനന്ദമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമായ ചില കാര്യങ്ങൾ, നമ്മുടെ പാപം മൂലം നഷ്ടമായ ദൈവകൃപ, നമുക്ക് നഷ്ടമായ പ്രാർത്ഥനാ ജീവിതം, നമുക്ക് നഷ്ടമായ നല്ല സ്നേഹബന്ധങ്ങൾ, നമുക്ക് നഷ്ടമായിട്ടുള്ള ശുശ്രൂഷ ജീവിതം, ഇങ്ങനെയുള്ള കുറേ നഷ്ടങ്ങൾ നമ്മൾ ഇപ്പം അനുഭവിക്കുന്നവരായിരിക്കാം. ആ നഷ്ടങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ച് അതെല്ലാം നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കണം. അതിൽ ഒരാനന്ദം നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനെല്ലാം ആവശ്യമായ കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്. ഓരോരുത്തരും സ്നാപക യോഹന്നാൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞങ്ങളെന്ത് ചെയ്യണം, ഞങ്ങളെന്ത് ചെയ്യണം, ഞങ്ങളെന്ത് ചെയ്യണം? സ്നാപകം പറഞ്ഞു കൊടുത്തു, എല്ലാവർക്കും ഉള്ളത് പറഞ്ഞു കൊടുത്തു. നമ്മളൊക്കെ അല്പസമയം കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട്, കർത്താവ് എനിക്ക് എന്താ പറ്റിയേ, എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷമില്ലാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു നോക്കി, ദൈവം പറയുമല്ലോ എന്നറിയാം, പറഞ്ഞിരിക്കും. എനിക്കറിയാമല്ലോ, നിങ്ങളുടെ മക്കളൊരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം, ഡാഡി എനിക്ക് എന്നാന്നറിയത്തില്ല, എനിക്ക് അങ്ങ് പഠിക്കാൻ പറ്റുന്നില്ല, ഞാൻ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടുന്നില്ല, എനിക്ക് എന്താണെന്നറിയത്തില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? ഉറപ്പായിട്ടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ ആ ദൈവം നമുക്ക് നേർവഴി പറഞ്ഞു തരാതിരിക്കുമോ? വിജയത്തിൻ്റെ പാത കാണിച്ചു തരാതിരിക്കുമോ? കാണിച്ചു തന്നിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് എളിമപ്പെട്ട് ചോദിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി, കർത്താവ് നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതം പുനരാരംഭിക്കാൻ, നമ്മുടെ ജീവിതം വിശുദ്ധീകരിച്ചെടുത്ത് ക്രിസ്മസ് ആഘോഷത്തിനായിട്ട് ഒരുങ്ങാൻ ഈ കാലയളവ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം.